ഹലോ, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ HCF എന്താണെന്ന് കണ്ടു, ഹയസ്റ്റ് കോമൺ ഫാക്ടർ. അപ്പോൾ ചെറിയ നമ്പേഴ്സിന്റെ HCF കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് HCF എന്താണെന്ന് മനസ്സിലാക്കിയാൽ മതി. അപ്പോൾ രണ്ട് നമ്പേഴ്സ് തന്നിട്ടുണ്ടെങ്കിൽ അതിന്റെ കോമൺ ഫാക്ടേഴ്സ് എഴുതുക, അതിന്റെ ഫാക്ടേഴ്സ് എഴുതുക, കോമൺ ഫാക്ടേഴ്സ് ഏതാണെന്ന് നോക്കുക, അതിൽ ഏറ്റവും ഹയസ്റ്റ് ഏതാണെന്ന് നോക്കുക. അതാണ് HCF. ഇനി വലിയ നമ്പേഴ്സ് തന്നു കഴിഞ്ഞാൽ ആ മെത്തേഡ് വഴി HCF കണ്ടുപിടിക്കുന്നത് കുറച്ച് ടൈം കൺസ്യൂമിങ് ആയിട്ടുള്ള പ്രോസസ് ആണ്. എല്ലാ ഫാക്ടേഴ്സും ലിസ്റ്റ് ചെയ്യുക, എന്നിട്ട് കോമൺ ഫാക്ടേഴ്സ് ചെയ്യുക. അതിന് പകരം ഒരു എളുപ്പ വഴിയാണ് നമ്മൾ ഇന്ന് പഠിക്കാൻ പോകുന്നത്. നമ്മൾ ഓൾറെഡി പ്രൈം ഫാക്ടറൈസേഷൻ എന്താണെന്ന് പഠിച്ചു കഴിഞ്ഞു. അപ്പോൾ പ്രൈം ഫാക്ടറൈസേഷൻ മെത്തേഡ് ഉപയോഗിച്ചുകൊണ്ട് എങ്ങനെ HCF കണ്ടുപിടിക്കാന്നുള്ളതാണ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ നോക്കാൻ പോകുന്നത്. അപ്പൊ ആദ്യം തന്നെ നമുക്ക് HCF ഓഫ് 88, 60, 36 മൂന്ന് നമ്പേഴ്സ് തന്നിട്ടുണ്ട്. ഈ മൂന്ന് നമ്പേഴ്സിന്റെയും ഹയസ്റ്റ് കോമൺ ഫാക്ടർ ഏതാണെന്നുള്ളത് നോക്കാം, പ്രൈം ഫാക്ടറൈസേഷൻ മെത്തേഡ് ഉപയോഗിച്ചുകൊണ്ട്. ഓക്കെ, അപ്പൊ ആദ്യം 88ന്റെ പ്രൈം ഫാക്ടറൈസേഷൻ ചെയ്യുക, പിന്നെ 60യുടെ പ്രൈം ഫാക്ടറൈസേഷൻ ചെയ്യുക, പിന്നെ 36ന്റെ പ്രൈം ഫാക്ടറൈസേഷൻ ചെയ്യുക. ഓക്കെ, പ്രൈം ഫാക്ടറൈസേഷൻ എന്താണോ നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ പ്രൈം ഫാക്ടറൈസേഷൻ ഇനിയും അറിയാത്തവർ ആ വീഡിയോ പോയി കാണാം. ഇപ്പോൾ പ്രൈം ഫാക്ടറൈസേഷൻ ഓഫ് 88. അപ്പോൾ 88 എന്ന് പറയുന്നത് ഒരു ഈവൻ നമ്പർ ആണ്. അപ്പോൾ ഈവൻ നമ്പേഴ്സിന് എപ്പോഴും 2 എന്ന് പറയുന്നത് ഒരു ഫാക്ടർ ആണ്. 2 ഇസ് എ പ്രൈം നമ്പർ ഓൾസോ. അപ്പൊ 2 എന്ന് പറയുന്നത് ഒരു പ്രൈം ഫാക്ടർ ആണ്. പ്രൈം നമ്പേഴ്സ് എല്ലാവർക്കും അറിയാലോ, 2, 3, 5, 7, 11 എക്സെട്ര, 13, 17 എക്സെട്ര, ഇതൊക്കെയാണ് പ്രൈം നമ്പേഴ്സ്. അപ്പോൾ പ്രൈം ഫാക്ടേഴ്സ് 88ന്റെ 2 ഒരു ഫാക്ടർ ആണ്, അതൊരു പ്രൈം നമ്പർ കൂടിയാണ്. അപ്പോൾ 2 ഇസ് എ പ്രൈം ഫാക്ടർ. അപ്പൊ 2 എന്ന് എഴുതാ. 88ൽ 2 എത്ര പ്രാവശ്യം ഉണ്ട്? 2 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ ഈസിയാണ്. 88 ഡിവൈഡഡ് ബൈ 2 ആണ് ഇനി നെക്സ്റ്റ് എഴുതേണ്ടത്. 2 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ ഇതിന്റെ പകുതി, ഹാഫ് എന്താണ് നോക്കിയാൽ മതി. 88ന്റെ ഹാഫ് എത്രയാ? 44. 8ന്റെ ഹാഫ് 4, 8ന്റെ ഹാഫ് വീണ്ടും 4, അല്ലെങ്കിൽ 80യുടെ ഹാഫ് 40, 8ന്റെ ഹാഫ് 4. അപ്പോൾ 40 പ്ലസ് 4 44. ഇനി വീണ്ടും 44 ഒരു ഈവൻ നമ്പർ ആണ്. അപ്പൊ 2 എന്ന് പറയുന്നത് ഒരു ഫാക്ടർ ആയിരിക്കും. അപ്പൊ 44/2. വീണ്ടും 44ൽ എത്ര പ്രാവശ്യം 2 ഉണ്ട്? ഇതിന്റെ ഹാഫ് 22. 22 അഗെയിൻ ഒരു ഈവൻ നമ്പർ ആണ്. അപ്പോ 2 ഒരു ഫാക്ടർ ആയിരിക്കും. അഗെയിൻ 2, 22/2 is 11. 22യുടെ ഹാഫ്. ഇനി 11ല് പ്രൈം ഫാക്ടേഴ്സ് ഉണ്ടോ? 11 ഇറ്റ്സെൽഫ് ഇസ് എ പ്രൈം നമ്പർ. 11 എന്ന് പറയുന്നത് ഒരു പ്രൈം നമ്പർ ആണ്. അപ്പൊ ഇനി വീണ്ടും ഫാക്ടറൈസ് ചെയ്യാൻ പറ്റില്ല. അപ്പൊ 88ന്റെ പ്രൈം ഫാക്ടറൈസേഷൻ, അല്ലെങ്കിൽ 88നെ നമുക്ക് പ്രോഡക്റ്റ് ഓഫ് പ്രൈം നമ്പേഴ്സ് ആയിട്ട് എങ്ങനെ എഴുതാം? 2 × 2 × 2 × 11. ഇനി നെക്സ്റ്റ് 60. 60യുടെ പ്രൈം ഫാക്ടറൈസേഷൻ. 60 ഒരു ഈവൻ നമ്പർ ആണ്. 2 ഒരു പ്രൈം ഫാക്ടർ ആയിരിക്കും. 60/2 30, അതായത് 60യുടെ ഹാഫ് 30. ഇനി 30 അഗെയിൻ ഒരു ഈവൻ നമ്പർ ആണ്. അപ്പോൾ 2 എന്ന് പറയുന്നത് ഒരു ഫാക്ടർ ആയിരിക്കും. 30/2, 30യുടെ ഹാഫ് 15. ഇനി 15 ഈവൻ നമ്പർ അല്ല, അതുകൊണ്ട് 2 ഫാക്ടർ അല്ല. ഇനി 5ൽ അവസാനിക്കുന്ന ഏത് നമ്പേഴ്സ് ആണെങ്കിലും അതിന്റെ ഒരു പ്രൈം ഫാക്ടർ 5 ആയിരിക്കും. ഇപ്പൊ 15ൽ നമുക്ക് 3 × 5 ആണ് 15. അപ്പൊ വേണമെങ്കിൽ ഇവിടെ 3 എന്ന് എഴുതാം, അല്ലെങ്കിൽ 5 എന്ന് എഴുതാം. ഇവിടെ 3 എഴുതിയാൽ ഇവിടെ 5 വരും, ഇവിടെ 5 എഴുതിയാൽ ഇവിടെ 3 വരും. ഇപ്പൊ 15ൽ 3 ഒരു പ്രൈം ഫാക്ടർ ആണ്. 2 അല്ല, നെക്സ്റ്റ് പ്രൈം നമ്പർ 3. 3 ഒരു പ്രൈം ഫാക്ടർ ആണ്. 15/3 is 5. അപ്പൊ 16 നമുക്ക് എങ്ങനെ എഴുതാം? 2 × 2 × 3 × 5. 5 × 3 15, 15 × 2 30, 30 × 2 60. ഓക്കെ, അപ്പൊ 2 × 2 × 3 × 5 എഴുതാം. അതാണ് 60യുടെ പ്രൈം ഫാക്ടറൈസേഷൻ. ഇനി 36. 36ന്റെ പ്രൈം ഫാക്ടറൈസേഷൻ എന്താണ്? അഗെയിൻ 36 ഒരു ഈവൻ നമ്പർ. 2 is a പ്രൈം ഫാക്ടർ. 36ന്റെ ഹാഫ്. 36ന്റെ ഹാഫ് എങ്ങനെ നോക്കും? 30യുടെ ഹാഫ് 15 ആണെന്ന് അറിയാം. 6ന്റെ ഹാഫ് 3 ആണെന്ന് അറിയാം. 15 + 3 18. അതായത് 36 എന്ന് പറഞ്ഞാൽ 30 + 6. 30യുടെ ഹാഫ് 15, 6ന്റെ ഹാഫ് 3. 15 + 3 18. ഇനി 18 ഒരു ഈവൻ നമ്പർ ആണ്. അപ്പൊ അഗെയിൻ 2 is a പ്രൈം ഫാക്ടർ. 18/2, 18ന്റെ ഹാഫ് 9. അല്ലെങ്കിൽ എങ്ങനെ എഴുതാം? 10 + 8 ആണ് 18. 10ന്റെ ഹാഫ് 5, 8ന്റെ ഹാഫ് 4. 5 + 4 9. ഇനി 9 ഒരു ഈവൻ നമ്പർ അല്ല, അപ്പൊ 2 ഫാക്ടർ അല്ല. ഇനി നെക്സ്റ്റ് പ്രൈം നമ്പർ 3 ഫാക്ടർ ആണോ? യെസ്, 3 × 3 ആണ് 9. 3 × 3 9. 9 × 2 18. 18 × 2 36. അങ്ങനെ നിങ്ങൾക്ക് പ്രൈം ഫാക്ടറൈസേഷൻ ചെയ്തത് കറക്റ്റ് ആണോ എന്ന് ചെക്ക് ചെയ്യാം. അപ്പോൾ 36ന്റെ പ്രൈം ഫാക്ടറൈസേഷൻ എന്താണ്? 2 × 2 × 3 × 3.
2 ഇൻറ്റു 2 ഇൻറ്റു 3 ഇൻറ്റു 3. ഇപ്പോൾ HCF കാണാൻ വേണ്ടിയിട്ട് ആദ്യം ഇതേപോലെ എത്ര നമ്പേഴ്സ് ആണോ തന്നിട്ടുള്ളത് അതിന്റെ പ്രൈം ഫാക്ടറൈസേഷൻ ചെയ്യാം. പ്രൈം ഫാക്ടറൈസേഷൻ ചെയ്ത് കഴിഞ്ഞിട്ട് ഇതില് മൂന്നിലും കോമൺ ആയിട്ട് വരുന്ന നമ്പേഴ്സ് ഏതാണ്, അത് എത്ര പ്രാവശ്യം റിപ്പീറ്റ് ചെയ്യുന്നുണ്ട് എന്നുള്ളത് നോക്കാം. ഇപ്പൊ ഇവിടെ 88ല് 2 ഒരു ഫാക്ടർ ആണ്, 60ലും 2 വരുന്നുണ്ട്, 36ലും 2 വരുന്നുണ്ട്. അപ്പോ ഇതിന്റെ HCFല് ഒരു 2 ഒരു കോമൺ ഫാക്ടർ ആണെന്ന് കിട്ടി. ഇനി വീണ്ടും 2 റിപ്പീറ്റ് ചെയ്യുന്നുണ്ട്, ഇവിടെയും 2 വീണ്ടും ഇനി ഒരു പ്രാവശ്യം കൂടി 2 വരുന്നുണ്ട്. ഇനി ഇവിടെ 2 ഉണ്ട്, ഇതിൽ രണ്ടിലും 2 ഇല്ല. ഇനി ഇവിടെ 3 ഉണ്ട്, ഇവിടെയും 3 ഉണ്ട്, പക്ഷെ ഇതിൽ 3 ഇല്ല, അപ്പൊ 3 ഒന്നും വരില്ല. അപ്പൊ HCF എന്ന് പറയുന്നത്, HCF ഓഫ് 88, 60, 36 എന്ന് പറയുന്നത് 2 ഇൻറ്റു 2. കോമൺ ഫാക്ടർ ആയിട്ട് വരുന്ന കോമൺ പ്രൈം ഫാക്ടർ എന്ന് പറയുന്നത് 2 ആണ്. അത് 2 ടൈംസ് റിപ്പീറ്റ് ചെയ്യുന്നുണ്ട്, അതായത് 2 ഇൻറ്റു 2 ആണ് HCF. ഇങ്ങനെ ബാക്കി നമ്പേഴ്സിന്റെയും കൂടി HCF കാണുമ്പോൾ നിങ്ങൾക്ക് വളരെ ഈസി ആയിട്ട് സ്പീഡായിട്ട് ചെയ്യാൻ പറ്റും. ഇനി നമുക്ക് രണ്ട് നമ്പേഴ്സിന്റെ HCF കാണാം. സെയിം മെത്തേഡ് ആണ്, രണ്ട് നമ്പേഴ്സ് ആണെങ്കിലും 3 നമ്പേഴ്സ് ആണെങ്കിലും. ആദ്യം പ്രൈം ഫാക്ടറൈസേഷൻ എഴുതാം, എന്നിട്ട് അതിൽ കോമൺ വരുന്നത് നോക്കാം. ഓക്കെ, ഇപ്പൊ 26ന്റെ പ്രൈം ഫാക്ടറൈസേഷൻ. 26 ഒരു ഈവൻ നമ്പർ ആണ്, 2 ഈസ് എ പ്രൈം ഫാക്ടർ. സോ 26ന്റെ ഒരു പ്രൈം ഫാക്ടർ ആണ് 2. 26/2 is 26ന്റെ ഹാഫ് 13. 20യുടെ ഹാഫ് 10, 6ന്റെ ഹാഫ് 3. സോ 10 + 3 13. ഇനി 13 എന്ന് പറയുന്നത് ഇറ്റ്സെൽഫ് ഇസ് എ പ്രൈം നമ്പർ. അപ്പോൾ 26ന്റെ പ്രൈം ഫാക്ടറൈസേഷൻ കഴിഞ്ഞു. 26 is equal to 2 into 13. 13 ഇനി വേറെ ഫാക്ടേഴ്സ് ഒന്നും ഇല്ല, 1ഉം 13ഉം മാത്രമാണ് 13ന്റെ ഫാക്ടേഴ്സ്. അതിനെയാണ് നമ്മൾ പ്രൈം നമ്പേഴ്സ് എന്ന് പറയുന്നത്. 1ഉം ആ നമ്പറും മാത്രം ഫാക്ടേഴ്സ് ആയിട്ട് വരുന്നുണ്ടെങ്കിൽ അത് പ്രൈം നമ്പേഴ്സ് എന്ന് പറയും. ഇനി 74ന്റെ പ്രൈം ഫാക്ടറൈസേഷൻ നോക്കാം. അഗെയിൻ ഇതൊരു ഈവൻ നമ്പർ ആണ്, അപ്പോൾ 2 വരും, 37. 74ന്റെ ഹാഫ് 37, 70യുടെ ഹാഫ് 35. അല്ലെങ്കിൽ നിങ്ങൾക്ക് 60 + 10 + 4 എന്ന് എഴുതാം. 74. 60യുടെ ഹാഫ് 30, 10ന്റെ ഹാഫ് 5, 4ന്റെ ഹാഫ് 2, 35 + 2 37. ഈ 37 ഒരു പ്രൈം നമ്പർ ആണ്. പ്രൈം ഫാക്ടറൈസേഷൻ, പ്രൈം നമ്പേഴ്സ് ഏതൊക്കെയാണ്, അതെങ്ങനെയാ കണ്ടുപിടിക്കുന്നതെന്നൊക്കെ നമ്മൾ വീഡിയോസ് ചെയ്തിട്ടുണ്ട്. അപ്പൊ അതിൽ വീണ്ടും കൺഫ്യൂഷൻസ് ഉള്ളവരെ ആ വീഡിയോസ് പോയിട്ട് കാണാം. സീവ് ഓഫ് എറാട്ടോസ്റ്റീൻസ് മെത്തേഡ് വെച്ച് എങ്ങനെയാണ് പ്രൈം ഫാക്ടേഴ്സ് കാണുന്നത്. ഇനി 30യുടെയും 40യുടെയും ഇടയിൽ എത്ര പ്രൈം ഫാക്ടേഴ്സ് ഉണ്ട് അതൊക്കെ പഠിച്ചു വെക്കുക. അതൊക്കെ ആ വീഡിയോസ് കണ്ടാൽ നിങ്ങൾക്ക് കൂടുതൽ ക്ലിയർ ആയിട്ട് മനസ്സിലാവും. അപ്പൊ 74ന്റെ പ്രൈം ഫാക്ടറൈസേഷൻ 2 ഇൻറ്റു 37. അപ്പൊ ഇതിന്റെ HCF എന്തായിരിക്കും? ഇതിൽ രണ്ടിലും കോമൺ ആയിട്ട് വരുന്നത് 2 ആണ്. അപ്പൊ 2 ആണ് HCF. ഒരു പ്രാവശ്യം മാത്രമേ വരുന്നുള്ളൂ. അപ്പൊ ഹയസ്റ്റ് കോമൺ ഫാക്ടർ എന്ന് പറയുന്നത് 2 ആണ്. ഹയസ്റ്റ് കോമൺ ഫാക്ടർ ഓഫ് 26 and 74 is 2. ഇനി നമുക്ക് HCF ഓഫ് 90 and 81 എന്താണ് നോക്കാം. അപ്പൊ എല്ലാറ്റിലും 2 പ്രൈം ഫാക്ടർ ആയിട്ട് വരുന്നുള്ള അങ്ങനത്തെ എക്സാമ്പിൾസ് കണ്ടിട്ട് നിങ്ങൾക്ക് കൺഫ്യൂഷൻ ആവണ്ട. അപ്പൊ 81ൽ 2 വരുന്നില്ല. അപ്പൊ നമുക്ക് ഇതെങ്ങനെയാണ് ചെയ്യുന്നത് നോക്കാം. ആദ്യം 90യുടെ പ്രൈം ഫാക്ടറൈസേഷൻ എഴുതാം. 90 ഒരു ഈവൻ നമ്പർ ആണ്, 2 is a prime factor. So 2. 90/2 is 45. 90ൽ എത്ര 2 ഉണ്ട്, അല്ലെങ്കിൽ നിങ്ങൾക്ക് എഴുതാം 90 എന്ന് പറഞ്ഞാൽ 80 + 10 ആണ് 90. 80യുടെ ഹാഫ് 40, 10ന്റെ ഹാഫ് 5. സോ 40 + 5 45. ഇനി 5ൽ അവസാനിക്കുന്ന ഏത് നമ്പേഴ്സിനെയും ഇനി നിങ്ങൾ 3 ഒന്നും ചെക്ക് ചെയ്യേണ്ട ആവശ്യമില്ല. 5 എന്ന് പറയുന്ന ഒരു പ്രൈം ഫാക്ടർ എപ്പോഴും ഉണ്ടാവും. അതായത് 5ന്റെ മൾട്ടിപ്പിൾസ് നിങ്ങൾക്കറിയാം, 5, 10, 15, 20. അതായത് 5ലും 0ലും അവസാനിക്കുന്ന ഏത് നമ്പേഴ്സിനും 5 ഫാക്ടർ ആയിട്ട് വരും. ഇവിടെ തന്നെ നിങ്ങൾക്ക് ഡയറക്റ്റ് 5 എന്ന് എഴുതാം. 90ല് 5 ഫാക്ടർ ആയിട്ട് വരുന്നുണ്ട്. നമ്മൾ ലീസ്റ്റ് പ്രൈം ഫാക്ടേഴ്സ് നിന്ന് തുടങ്ങുന്നത് കൊണ്ട് 2 എന്ന് തുടങ്ങിയേ. ഇപ്പൊ ഈവൻ നമ്പേഴ്സ് കണ്ടാൽ എപ്പോഴും നിങ്ങൾക്ക് 2 പ്രൈം ഫാക്ടർ ആണെന്ന് എഴുതാം. 5ൽ അവസാനിക്കുന്ന നമ്പേഴ്സ് കണ്ടാൽ എപ്പോഴും 5 ഒരു പ്രൈം ഫാക്ടർ ആണെന്ന് എഴുതാം. ഇനി 45 ഡിവൈഡഡ് ബൈ 5, അതായത് നമുക്കറിയാം, ടേബിൾ അറിയാം, 9 into 5 ആണ് 45. അപ്പൊ 45ൽ എത്ര 5 ഉണ്ട്? 9. അല്ലെങ്കിൽ നിങ്ങൾക്ക് ഡിവൈഡ് ചെയ്ത് നോക്കിയാൽ മതി. 45 ഡിവൈഡഡ് ബൈ 5 ചെയ്താൽ മതി. അപ്പൊ 9 ആണെന്ന് കിട്ടും. ഇനി 9ൽ 3 ഒരു ഫാക്ടർ ആണെന്ന് എഴുതാം. 3. 9ൽ എത്ര 3 ഉണ്ട്? 3. 3 into 3 into 5 into 2. 3 into 3 9, 9 into 5 45, 45 into 2 90. So prime factorization of 90 is 2 into 5 into 3 into 3. ഇനി നെക്സ്റ്റ് 81. 81ന്റെ 3 വരുന്നുണ്ട്. 60 + 21. 60ൽ 23 ഉണ്ട്, 21ല് 7 3 ഉണ്ട്. അപ്പൊ 27 വരും. ഇവിടെ 3 എഴുതിയാൽ ഇവിടെ 27 എഴുതാം.
അല്ലെങ്കിൽ നിങ്ങൾക്ക് ഓരോന്ന് ചെക്ക് ചെയ്യാം. 2 പ്രൈം ഫാക്ടർ ആണെന്ന് വരില്ല, കാരണം ഈവൻ നമ്പർ അല്ല. അപ്പൊ നെക്സ്റ്റ് പ്രൈം നമ്പർ 3. അപ്പൊ 81 ഡിവൈഡഡ് ബൈ 3 ചെയ്ത് നോക്കുക. 81 8ൽ എത്ര 3 ഉണ്ട്? 2. 2 into 3 6. ഹിയർ 8 minus 6 2 1. ഈ 1 എടുത്ത് എഴുതുക. ഡിവിഷൻ 21 എത്ര 3 ഉണ്ട്? 7. 7 into 3 21. അപ്പൊ ഇവിടെ 3 എഴുതുക, ഇവിടെ 27 എഴുതുക. ഓക്കെ. അല്ലെങ്കിൽ 81 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എത്രയാണ്? 60 plus 21 എഴുതാം. 60 plus 21 എഴുതാൻ കാരണം 60ൽ 3 ഉണ്ട് എന്നുള്ളത് കറക്റ്റ് അറിയാം, കാരണം 30 plus 30 ആണ് 60. 30 എന്ന് പറയുന്നത് 3 into 10. അപ്പോൾ വീണ്ടും 3 into 10 ആകുമ്പോൾ 30 വന്നു. 30 plus 30 അപ്പൊ 3 into 20 ആണ് 60. അപ്പൊ ഇതിൽ 23 ഉണ്ട്, ഇതിൽ 7 into 3 ആണ് 21. അപ്പൊ 21ൽ 7 ഉണ്ട്. അപ്പൊ 20 plus 7 27. നിങ്ങൾക്ക് ഏത് മെത്തേഡാണോ ഈസി ആയിട്ട് തോന്നുന്നത് ആ രീതിയിൽ നിങ്ങൾ ഡിവിഷൻ ചെയ്ത് നോക്കുക. ഇനി 27 അഗെയിൻ 3. 9 into 3 ആണ് 27. അപ്പോൾ അഗെയിൻ 9ൽ 3 3 into 3 ആണ് 9. 3 into 3 9. 9 into 3 27. 27 into 3 81. അപ്പോ 81ന്റെ പ്രൈം ഫാക്ടറൈസേഷൻ എന്താണ്? 3 into 3 into 3 into 3. അപ്പൊ 2 ഇതിൽ വരുന്നുണ്ടോ? ഇല്ല. ഇനി HCF കാണാൻ വേണ്ടിയിട്ട് കോമൺ നോക്കാം. 3 ആണ് കോമൺ, 2 ടൈംസ് ആണ് വരുന്നത്. അപ്പൊ 3 into 3. HCF 3 into 3 9. 9 ആണ് HCF of 90 and 81. അപ്പൊ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. നമ്മൾ HCF എന്താണെന്ന് ഓൾറെഡി ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞതാണ്. പ്രൈം ഫാക്ടറൈസേഷനും ഓൾറെഡി ഡിസ്കസ് ചെയ്തതാണ്. അതുകൊണ്ട് നിങ്ങൾക്ക് HCF ബൈ പ്രൈം ഫാക്ടറൈസേഷൻ എന്നുള്ള മെത്തേഡ് ആ 2 വീഡിയോസ് ക്ലിയർ ആയിട്ട് മനസ്സിലാക്കിയവർക്ക് ഇത് വളരെ എളുപ്പമായിരിക്കും. അപ്പൊ HCF എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കോൺസെപ്റ്റ് ആണ്. നമ്മൾ ഏത് ഹയർ ക്ലാസ്സിൽ എത്തിക്കഴിഞ്ഞാലും നമ്മൾ അത് യൂസ് ചെയ്യുന്നുണ്ട് ആ മെത്തേഡ്. പിന്നെ അതേപോലെ ഇമ്പോർട്ടന്റ് ആണ് പ്രൈം ഫാക്ടറൈസേഷൻ, സ്ക്വയർ റൂട്ട് ഒക്കെ കാണാൻ. അതൊക്കെ നമ്മൾ വീഡിയോസ് ചെയ്യുന്നതായിരിക്കും. പ്രൈം ഫാക്ടറൈസേഷൻ മെത്തേഡ് വെച്ചിട്ട് നമുക്ക് HCF കണ്ടുപിടിക്കാം, LCM കണ്ടുപിടിക്കാം, പിന്നെ ഫ്രാക്ഷൻസിന്റെ അഡീഷനും കാര്യങ്ങളൊക്കെ നമുക്ക് ഈ HCF LCM ഒക്കെ ആവശ്യമായിട്ട് വരുന്നുണ്ട്. അപ്പൊ അവിടെയും അത് ഇമ്പോർട്ടന്റ് ആണ്. പിന്നെ സ്ക്വയർ റൂട്ട്, ക്യൂബ് റൂട്ട്, nth റൂട്ട് ഒക്കെ കണ്ടുപിടിക്കുന്ന സമയത്ത് നമ്മൾ പ്രൈം ഫാക്ടറൈസേഷൻ മെത്തേഡ് യൂസ് ചെയ്യുന്നുണ്ട്. അപ്പൊ നമ്മൾ ഇത് ഒരു പ്രാവശ്യം പഠിച്ചു കഴിഞ്ഞാൽ അത് നമുക്ക് ലൈഫ് ലോങ്, അതായത് മാത്സ് എവിടത്തം വരെ ഉണ്ടോ, നിങ്ങൾ എത്ര വരെ മാത്സ് പഠിക്കുന്നുണ്ടോ അവിടെയൊക്കെ നിങ്ങൾക്ക് യൂസ് ചെയ്യാൻ പറ്റും. അതുകൊണ്ട് HCF LCM എന്നുള്ള കോൺസെപ്റ്റ് ക്ലിയർ ആക്കുക, പ്രൈം ഫാക്ടറൈസേഷൻ എന്താണെന്ന് ക്ലിയർ ആക്കുക. അതിനു മുന്നേ പ്രൈം നമ്പേഴ്സും ഫാക്ടറൈസേഷനും ഒക്കെ എല്ലാ വീഡിയോസും ചെയ്തിട്ടുണ്ട്. നമ്മൾ ബേസിക് കോൺസെപ്റ്റ്സ് ആണ് ഡിസ്കസ് ചെയ്തുകൊണ്ട് പോകുന്നത്. അപ്പൊ അതൊക്കെ ക്ലിയർ ആക്കുക. പ്രൈം നമ്പേഴ്സ് എന്താണ്, പ്രൈം നമ്പേഴ്സ് എങ്ങനെ കണ്ടുപിടിക്കുക, ഏതൊക്കെയാണ് പ്രൈം ഫാക്ടേഴ്സ് എന്ന് എങ്ങനെ പെട്ടെന്ന് നിങ്ങൾക്ക് ഐഡന്റിഫൈ ചെയ്യാൻ പറ്റും, അതൊക്കെ നിങ്ങൾ പ്രൈം നമ്പേഴ്സ് നിങ്ങൾക്ക് ബൈ ഹാർട്ട് ചെയ്യുന്നെങ്കിൽ തന്നെ അത് കുറച്ച് നമ്പേഴ്സേ ഉള്ളൂ. അപ്പൊ അത് നിങ്ങൾ പഠിച്ചു വെക്കുക. 30 40 ഇടയിൽ എത്ര പ്രൈം നമ്പേഴ്സ് വരുന്നുണ്ട്, 37 പ്രൈം നമ്പർ ആണോ, 39 ആണോ, അങ്ങനെ നിങ്ങൾക്ക് ഈസി ആയിട്ട് നിങ്ങൾക്ക് പഠിച്ചു വെക്കാൻ പറ്റും. 31 30 40 ഇടയിലും 31 37 ആണ് പ്രൈം നമ്പേഴ്സ് വരുന്നത്. ഇനി 20 30 ഇടയിൽ ഏതൊക്കെ നമ്പേഴ്സ് പ്രൈം നമ്പേഴ്സ് ആയിട്ട് വരുന്നുണ്ട് അതൊക്കെ പഠിച്ചു വെക്കാം. ഓക്കെ. 23 29 ആണ്. അപ്പോൾ ഏത് നമ്പേഴ്സിൽ അവസാനിക്കുന്ന നമ്പേഴ്സ് ആണ് പൊതുവെ പ്രൈം നമ്പേഴ്സ് ആയിട്ട് വരുന്നത്, അങ്ങനെ കോൺസെപ്റ്റ് ഒക്കെ മനസ്സിലാക്കി പഠിച്ചു വെക്കുക. ഏത് സമയത്ത് ചോദിച്ചു കഴിഞ്ഞാൽ അതൊരു പ്രൈം നമ്പർ ആണോ അല്ലയോ എന്നുള്ളത് നിങ്ങൾക്ക് പറയാൻ പറ്റണം. അപ്പൊ 100ന് താഴെയുള്ള നമ്പേഴ്സ് ആണ് നമ്മൾ കൂടുതൽ ഫോക്കസ് ചെയ്യുന്നത്. അതിൽ വലിയ നമ്പേഴ്സ് വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ചെയ്ത് നോക്കാം. ഓക്കെ. അപ്പൊ ഇന്നത്തെ വീഡിയോ മനസ്സിലായിട്ടുണ്ടെങ്കിൽ കമന്റ് ചെയ്യുക. പ്രൈം ഫാക്ടറൈസേഷൻ എന്നുള്ള കോൺസെപ്റ്റ് ക്ലിയർ ആക്കി വെക്കുക. HCF എന്താണെന്ന് ക്ലിയർ ആക്കി വെക്കുക. അപ്പൊ നമുക്ക് അടുത്ത വീഡിയോയിൽ LCM എന്താണെന്ന് കാണാം. LCM ഇതേപോലെ പ്രൈം ഫാക്ടറൈസേഷൻ മെത്തേഡ് വെച്ചിട്ട് എങ്ങനെ കണ്ടുപിടിക്കാം എന്നുള്ളതൊക്കെ ഡിസ്കസ് ചെയ്യാം. HCF കാണാൻ വേണ്ടിയിട്ട് വേറെയും മെത്തേഡ്സ് ഉണ്ട്. അപ്പോൾ വേറെ മെത്തേഡ്സ് ആവശ്യമുണ്ടെങ്കിൽ നിങ്ങൾ കമന്റിൽ അറിയിക്കുക, അല്ലെങ്കിൽ പ്രൈം ഫാക്ടറൈസേഷൻ മെത്തേഡ് ക്ലിയർ ആയി പഠിച്ചേക്കാം. ഓക്കെ. ഞങ്ങളുടെ ചാനൽ ആദ്യമായി കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യുക, നിങ്ങളുടെ ഫ്രണ്ട്സിനും കൂടി ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റായി അറിയിക്കുക. താങ്ക് യു ഫോർ വാച്ചിങ്. താങ്ക് യു.